Hello everyone, welcome to another episode of Magic Hands of Deepa. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണല്ലോ. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇന്ന് ഇവനെ വെച്ചിട്ടൊരു നല്ല റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. എൻ്റെ വീഡിയോസൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് നിന്ന് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ അത് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് വഴുതനങ്ങ എല്ലാം നല്ലപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു വലുപ്പത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇത് നല്ലപോലെ കഴുകിയിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യമായിട്ടുള്ള വറുക്കാൻ ആവശ്യമായിട്ടുള്ള പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂണ് കാശ്മീരി ചില്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂണ് പെപ്പർ പൗഡറും പിന്നെ നമുക്ക് കുറച്ച് പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് വെള്ളം തളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഒരു പേസ്റ്റ് പരുവത്തിലേക്ക് വെള്ളം അത്യാവശ്യത്തിന് ഇത്തിരി ഒഴിച്ചിട്ടൊന്ന് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കുക. ഇനി ഇത് നമുക്ക് ഈ കഷ്ണങ്ങളിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ. നല്ലപോലെ എല്ലാ സൈഡും ആകുന്നത് പോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഈ എല്ലാ കഷ്ണങ്ങളിലേക്കും ഈ അരപ്പ് മുഴുവൻ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ഒരു 20 മിനിറ്റ് ഇതൊന്ന് നല്ലപോലെ പിടിക്കാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം നമുക്ക് പുളിശ്ശേരിക്കുള്ള കൂട്ട് തയ്യാറാക്കിയിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു പാനിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. ഒന്ന് പരത്തി കൊടുത്തിട്ട് നമുക്കതിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം. ഓരോന്നിങ്ങനെ അടുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇത് നമുക്കൊന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ ഫേസ് കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ചെയ്യുന്നത്. എനിക്ക് ക്യാമറയുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ അത്ര കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ വിചാരിച്ചു എല്ലാവരോടും സംസാരിച്ചുകൊണ്ട് ചെയ്യുന്ന രീതിക്ക് നമുക്ക് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തെങ്കിലും കുറ്റങ്ങളുണ്ടെങ്കിൽ അതൊന്ന് ക്ഷമിക്കണം. ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ 2 വശവും ഞാൻ തിരിച്ച് മറിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. ഇനി ബാക്കിയുള്ള വഴുതനങ്ങ അതേപോലെ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കണം. കടുക് നല്ലോണം പൊട്ടി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു പിടി ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കാന്താരി മുളകാണ് ഞാൻ ഇന്ന് എടുക്കുന്നത്. കാന്താരി മുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്ക് 2 ഉണക്കമുളകും പിന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമുക്കിതിന്ന് കുറച്ച് ഞാൻ എടുത്ത് വെക്കേണ്ടത് നമുക്ക് ലാസ്റ്റ് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള കായപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്നും കൂടി നല്ലപോലെ ഈ പൊടി മൂക്കുന്നിടം വരെ വഴറ്റിയെടുക്കുക. കായപ്പൊടിയും കൂടി ഉലുവപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ജീരകപ്പൊടിയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പം നമ്മളതിൽ തേങ്ങ അരയ്ക്കുന്നില്ലല്ലോ, അതിന് പകരം പൊടികളായിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നല്ലപോലെ അടിച്ചു വച്ചിരിക്കുന്ന 300 ml തൈര് ചേർത്ത് കൊടുക്കാം. ഇതിന് മീഡിയം പുളിയുള്ള തൈരാണ്. ഒത്തിരി പുളിയുള്ള തൈര് ഇത് നന്നായിട്ടുണ്ടാവില്ല. ചെറിയൊരു പുളി മതി കേട്ടോ. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി നമുക്കിതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ. വഴുതനങ്ങ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക.
നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു കറിയാണ് കേട്ടോ. നമ്മുടെ മോരുകറി ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറൻസ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വഴുതനങ്ങ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ പറയണം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയൂ. ഇതിൽ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ അതുവരെ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ബൈ. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.